നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്റെ ഈ ചേച്ചി പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം ചായയിൽ ഉറപ്പായിട്ടും അവര് വിഷം കലക്കും. പാവം നന്ദേട്ടൻ, ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പെട്ടെന്ന് സ്വഭാവം മാറുന്നവരെ സൂക്ഷിക്കണമെന്നാ പറയുന്നു. ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുകയെന്ന് പറഞ്ഞാ നിന്റെ ചേച്ചി മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന അർത്ഥം. അത് അവരുടെ മനസ്സിലെ പ്രതികാരമല്ലാതെ മറ്റെന്താ? ഇന്നലെ അവർക്കുണ്ടായ അപമാനം സഹിക്കാൻ പറ്റുന്നതാണോ? വെഡിങ് ആനിവേഴ്സറിക്ക് കാമുകിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ ഭർത്താവിന് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ചായ കൊണ്ടു കൊടുക്കാൻ അർച്ചനേട്ടത്തിക്ക് പറ്റുമോ? ആദരയ്ക്ക് പറ്റുമോ? ഒരു സ്ത്രീക്കും പറ്റില്ല. ഇത് അവന്തിയടുത്തയുടെ അഭിനയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ചതിക്കാൻ തന്നെ അവരുടെ ഉദ്ദേശം. എന്തായാലും ഈ കളി എവിടം വരെ പോകും നോക്കാം. പിന്നെ നമ്മളെക്കാൾ അവരെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളാ നന്ദേട്ടൻ. ഈ അഭിനയം കൊണ്ടൊന്നും നന്ദേട്ടനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ രണ്ടിലൊരാൾ മാത്രം ഇവിടെ ജീവിച്ചിരിക്കൂ, അത് ഉറപ്പാ. അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാനാകെ ടെൻഷനിലാണ് നന്ദ. എന്തെങ്കിലും പ്രശ്നമായോ ഞാൻ എല്ലാവരോടത്തും പറയും. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നന്ദനൊന്ന് വരുമോ? എനിക്കൊന്ന് കാണണം പ്ലീസ് നന്ദ. അതെ, ചായ കുടിക്കേ. ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല. എവിടെ പോന്നു? ഈ ചായ കുടിച്ചിട്ട് പോയാ മതി. ഇത് കുടിക്കാതെ പോയാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. ഇതെന്തു പറ്റി? ആകെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? കാര്യമൊന്നുമില്ല. ഞാനെന്നേ മെഡിക്കൽ സ്റ്റോർ വരെ പോവാ. മെഡിക്കൽ സ്റ്റോറിലോ? ആ, അതിന് സച്ചിയായിട്ട് എന്തിനാ പോകുന്നത്? ആരെങ്കിലും പറഞ്ഞു വിട്ടാ പോരെ? ഹേയ്, അതൊന്നും പറ്റില്ല. ഇത് നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനാ. നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനോ? ഇതിലെന്തോ ഉടായിപ്പ് സ്മെല് ചെയ്യുന്നുണ്ടല്ലോ. എന്താ സച്ചിടാ, സത്യം പറ. അതൊക്കെ ഉണ്ട് മോനെ, ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഓക്കെ, ബൈ. അത് വേണ്ട, കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിലേ ആ മെഡിസിൻ ഏതെന്ന് പറ, ഞാൻ പോയി വാങ്ങിട്ട്. അയ്യോ, അത് പറ്റില്ല. ഞാൻ തന്നെ നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനാ കേട്ടാ. ദേ, കള്ളം പറയാതെ മര്യാദയ്ക്ക് സത്യം പറ. അതെ, നിന്നോട് മാത്രം ഞാൻ ആ രഹസ്യം പറയാം. ഞാനേ പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഒരു കിറ്റ് വാങ്ങാനാ ഇപ്പൊ പോകുന്നേ. ഇത് സത്യമാണോ? അതെ, സത്യാണ് മോനെ. എന്റെ ദൈവമേ, ഇന്നിവിടെ പലതും നടക്കും. എടാ സന്ദീപേ, നീ ആരോടൊന്നും പറയല്ലേ. ഞാൻ തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം ഓക്കെ ആണെങ്കിൽ പറയാം. ഞാൻ പോയിട്ടെ. അല്ല, അത് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ? എനിക്ക് മരുന്നൊന്നും വേണ്ട. മരുന്ന് വേണ്ടേ? പിന്നെന്താ വേണ്ടത്? ഈ പ്രഗ്നൻസി. ആർക്കാ പ്രഗ്നൻസി? എൻ്റെ വൈഫിനാ. അത് നോക്കുന്നൊരു പ്രഗ്നൻസി കിറ്റ് വേണം. ഓ, അതാണോ കാര്യം? അതിന് ഇത്രയ്ക്ക് നാണിക്കുന്നത് എന്തിനാ? പ്രഗ്നൻസി കിറ്റ് വേണോന്ന് പറഞ്ഞാ പോരെ?
എത്രയായി? 50. ഇത് നോക്കാനൊക്കെ അറിയാലോ അല്ലേ? ഏ? ആർക്ക്? എനിക്കോ? നിങ്ങൾക്കല്ല, വൈഫിന്. ആ, ആ. പിന്നെ അറിയായിരിക്കും. അറിയാനൊന്നുമില്ല. 2 വരെ തെളിയുന്നുണ്ടോ നോക്കിയാ മതി. ആഹാ. ദാ. ആ, ഇതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് തന്നെയാ. ഓ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വിശേഷമായോ ചോദിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചേട്ടാ, ഇതൊക്കെ നമ്മൾ മാത്രം സ്വകാര്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാ പോരായിരുന്നോ? എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാനാടോ, പറ്റിപ്പോയി. താൻ വിട്ടുകളാം. എടോ, താനൊരു അമ്മയും ഞാനൊരു അച്ഛനും ആകാൻ പോകുന്നതിന്റെ അഭിമാനത്തെക്കാൾ വലുതായി വേറെ നമുക്ക് എന്താ ഉള്ളത്? അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വിട്ടേക്ക്. താൻ ആദ്യം സംഗതി സത്യമാണോ നോക്ക്. എനിക്ക് ടെൻഷൻ കൊണ്ട് നിൽക്കാൻ വയ്യ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? താൻ പെട്ടെന്ന് നോക്ക്. ദാ